തന്ത്രി, മന്ത്രി, ജില്ലാ നേതാക്കൾ, സെക്രട്ടറിമാർ അങ്ങനെ സ്വർണം ഘട്ടത്തിൽ CPIM നേതാക്കന്മാരുടെ ലിസ്റ്റ് നീളുകയാണ്. സ്വർണം കട്ടതാരപ്പ കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് സഭയിൽ വി ശിവൻകുട്ടി വാടിയപ്പോൾ പുറത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പുളകം കൊണ്ട KK ശൈലജ ടീച്ചറെ ആ കണ്ണടയൊന്ന് നേരെയാക്കി വെച്ചെന്ന് നോക്കിയേ. ജനറയിൽ കിടക്കുന്നത് സഖാക്കന്മാർ തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് മറച്ചു വെച്ചതുപോലെ ഇത്തവണ എന്തായാലും കടകംപള്ളിയുടെ രണ്ടാമത്തെ ചോദ്യം ചെയ്യൽ CPM-ന് മറച്ചു വെക്കാനേ ആകില്ല. ഒരിക്കൽ ചോദ്യം ചെയ്ത ആളെ വീണ്ടും ചോദ്യം ചെയ്യുന്നു എന്നതിനർത്ഥം അയാളിൽ സംശയിക്കാൻ മാത്രമുള്ള എന്തോ ഉണ്ടെന്നാണ്. അതാണ് അന്വേഷണ സംഘം കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള പ്രധാന കാരണം. കടകംപള്ളിക്കൊപ്പം മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. ഇതോടെ ഭരണകക്ഷിയിലെ ഉന്നതർക്ക് കൊള്ളയുമായുള്ള ബന്ധം മറനീക്കി പുറത്തു വരികയാണ്. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് നീണ്ടു നിവർന്നിന്ന് ആ പാട്ട് പാടാനാവുക? കട്ട മുതൽ പിടിക്കപ്പെട്ടപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി സോണിയാഗാന്ധിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തണമെന്ന് വരെയാണ് ഭരണപക്ഷത്തിന്റെ ആവശ്യം. സ്വന്തം കാലിലെ മന്ത് നോക്കാതെ ആരാന്റെ കാലിലെ മന്ത് നോക്കിയിട്ട് എന്ത് കാര്യം? പത്മകുമാറും വാസവനും പ്രശാന്തും അജിത് കുമാറും ഒക്കെ CPM എന്ന പാർട്ടിക്കാർ തന്നെയാണ് എന്ന് മറക്കല്ലേ സഖാക്കളെ. ഇനി ലിസ്റ്റിലേക്ക് നമ്മുടെ അടുത്തൊരു MLA പേര് കൂടി കേൾക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, വിവാദ നായിക പ്രതിഭ MLA ആണ്. സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അജിത് കുമാറിന് അടുത്ത ബന്ധമുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പോറ്റി പലർക്കും വീട് നിർമ്മിച്ചു കൊടുത്തതും ഇയാൾ മുൻകൈയെടുത്ത് അറക്കൽ കുടുംബക്ഷേത്രത്തിൽ ഉണ്ണികൃഷ്ണൻ ചുറ്റുവിളക്ക് സമർപ്പിച്ചപ്പോൾ ആ ചടങ്ങിൽ പ്രതിഭ MLA പങ്കെടുത്തുവെന്നും തെളിഞ്ഞിരിക്കുന്നു. ഇത് പണ്ട് മോന്റെ കഞ്ചാവ് കേസ് ഒതുക്കി തീർത്ത പോലെ സ്വർണ്ണക്കൊള്ള ഒതുക്കാമെന്നാണ് പ്രതിഭ MLA ഉദ്ദേശിക്കുന്നെങ്കിൽ അതിവിടെ നടപ്പില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. ഇപ്പോൾ ഇടതുപക്ഷത്തു നിന്നും മന്ത്രി ഉൾപ്പെടെ സകല ആൾക്കാരും സംശയത്തിന്റെ നിഴലായിരിക്കുന്നു. സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയുകയുള്ളൂ എന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ SITക്ക് നൽകിയ മൊഴി. എന്നാൽ ആദ്യ മൊഴി തൃപ്തികരമല്ല എന്നാണ് SIT വിലയിരുത്തൽ. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശലടക്കം തീരുമാനങ്ങളെല്ലാം ദേവസ്വം ബോർഡിന്റേതായിരുന്നുവെന്നും വകുപ്പിന് ഇതേപ്പറ്റി യാതൊരു അറിവുമില്ല എന്നുമായിരുന്നു കടകംപള്ളി നേരത്തെ മൊഴി നൽകിയത്. എന്നാൽ പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി പോയതിന്റെ വിവരങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ അതും അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി പോയിരുന്നുവെന്ന പോറ്റിയുടെ അയൽവാസി വിക്രമൻ നായരുടെ വെളിപ്പെടുത്തലാണ് കടകംപള്ളിക്ക് കുരുക്ക് ഒരുക്കിയത്. കടകംപള്ളി കുരുങ്ങിയാൽ അതിന് മറ്ററ്റത്ത് താരമുണ്ടാകുമെന്നറിയുന്ന വാസവൻ കണ്ടം വഴി ഇപ്പോൾ ഓടിയിരിക്കുകയാണ്. എന്തായാലും നാൾക്ക് നാളെ CPM-ലെ ഓരോ നേതാക്കളും ജയിലിലേക്ക് പോവുകയാണ്. ദേശീയ തലത്തിൽ മാഞ്ഞുപോയ CPM ആകെ ഒരു തരിയെങ്കിലും ഉള്ളത് കേരളത്തിലായിരുന്നു. അതിപ്പോൾ എല്ലാം കൂടി ജയിലിലേക്ക് കിടക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. സുപ്രീം കോടതി വരെ സ്വർണം നിങ്ങൾ കട്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇനി CPM-ന് രക്ഷയില്ല എന്ന സത്യം അവർ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്.